ഇന്ന് ഫെബ്രുവരി 12 പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റോബർട്ട് ഡാർവിന്റെ ജന്മദിനം. ജീവിവർഗങ്ങളെല്ലാം പൊതുപൂർവികന്മാരിൽ നിന്ന് കാലക്രമത്തിൽ പ്രകൃതി നിർദ്ധാരണം എന്ന പ്രക്രിയ വഴി രൂപപ്പെട്ടവയാണെന്ന് കണ്ടെത്തുകയും സ്ഥാപിക്കുകയും ചെയ്ത ഇംഗ്ലീഷ് പ്രകൃതിശാസ്ത്രജ്ഞൻ ചാൾസ് റോബർട്ട് ഡാർവിൻ. ജീവിവർഗങ്ങൾ പരിണാമവിധേയമാണെന്ന വസ്തുത ഡാർവിന്റെ ജീവിതകാലത്ത് തന്നെ ശാസ്ത്ര സമൂഹവും ഒരളവുവരെ ജനസാമാന്യവും അംഗീകരിച്ചു. പരിണാമ പ്രക്രിയയുടെ അടിസ്ഥാന വിശദീകരണവുമായി 1930കളോടെ സ്വീകരിക്കപ്പെട്ട ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരവാദം ആധുനിക പരിണാമ സിദ്ധാന്തത്തിന്റെ മൂലതത്വമാണ്. ജീവന്റെ വൈവിധ്യത്തിൽ ഏകീകൃതവും യുക്തിബദ്ധവുമായ വിശദീകരണം തരുന്ന ഡാർവിന്റെ കണ്ടുപിടുത്തം മാറ്റങ്ങളോടെയാണെങ്കിലും ഇന്ന് ജീവശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നു. പ്രകൃതി ചരിത്രത്തിൽ ഡാർവിന് താൽപര്യം ജനിച്ചത് എഡിൻബർഗ് സർവകലാശാലയിൽ വൈദ്യശാസ്ത്രവും പിന്നീട് കേംബ്രിഡ്ജിൽ ജൈവശാസ്ത്രവും പഠിക്കുമ്പോഴാണ്. ബീഗിൾ എന്ന കപ്പലിലെ 5 വർഷത്തെ യാത്രയ്ക്കിടെ എഴുതിയ കുറിപ്പുകൾ ഭൗമശാസ്ത്രജ്ഞനെന്ന നിലയിലുള്ള ഡാർവിന്റെ പ്രാഗൽഭ്യം തെളിയിച്ചു. ഈ യാത്രയാണ് ഡാർവിന്റെ പല കണ്ടുപിടുത്തങ്ങൾക്കും അടിസ്ഥാനമായതും പ്രകൃതി നിർദ്ധാരണം എന്ന സിദ്ധാന്തത്തിലേക്ക് നയിച്ചതും. 1859 ഡാർവിന്റെ ജീവിവർഗങ്ങളുടെ ഉൽപ്പത്തിയുടെ പ്രസിദ്ധീകരണത്തോടെ പരിണാമത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിശദീകരണമായി അത് അംഗീകരിക്കപ്പെട്ടു. പിന്നീട് പ്രസിദ്ധീകരിച്ച മനുഷ്യന്റെ ഉത്ഭവവും ലൈംഗിക നിർദ്ധാരണവും എന്ന കൃതിയിൽ മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രതിപാദിച്ചത്. മനുഷ്യനിലെയും മൃഗങ്ങളിലെയും വികാരപ്രകടനങ്ങൾ എന്ന കൃതിയും സസ്യങ്ങളെക്കുറിച്ചുള്ള ഡാർവിന്റെ ഗവേഷണത്തിന്റെ ഫലങ്ങൾ പുസ്തക പരമ്പരയായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഡാർവിന്റെ അവസാനത്തെ ഗ്രന്ഥം മണ്ണിരകളെക്കുറിച്ചും മണ്ണിന്റെ രൂപവൽക്കരണത്തിൽ അവയ്ക്കുള്ള പങ്കിനെക്കുറിച്ചുമായിരുന്നു. ചാൾസ് ഡാർവിന്റെ ജന്മദിനമായ ഫെബ്രുവരി 12 ഡാർവിൻ ദിനമായി ലോകമെങ്ങും ആചരിക്കുന്നു. 19ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞന്മാരിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നൽകി ബഹുമാനിക്കപ്പെട്ട 5 പേരിൽ ഒരാളായിരുന്നു ചാൾസ് ഡാർവിൻ. ഇത് അദ്ദേഹത്തിന്റെ സംഭാവനകൾക്കുള്ള അംഗീകാരമായി കണക്കാക്കപ്പെടുന്നു. 1882 ഏപ്രിൽ 19 73 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു.